ഹായ്, ഏവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ജയ്സൽമേറിലെ ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് താർമാർ ഭൂമിയുടെ പ്രധാന കേന്ദ്രങ്ങളിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇവിടെ പറയുകയായി. ഇവിടെ ഞാൻ ഈ താമസിക്കുന്ന ഈ റൂമിന് മാത്രമല്ല, ഇവിടെ ഭാഗത്ത് കാണുന്ന മറ്റു റൂമുകൾക്കൊക്കെ ഒരു ഹവേലിയുടെ മാതൃകയാണ്. ഹവേലികൾ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ പ്രധാന ദിവാൻമാർക്ക്, അവിടെ മന്ത്രിമാർക്കൊക്കെ ഉള്ള ഭവനങ്ങളുടെ ഒരു രൂപമാണ് ഹവേലി. എല്ലാത്തിനും സ്ട്രക്ചർ കണ്ടാൽ അറിയാം. അങ്ങനെ പുറത്തേക്ക് തള്ളിയ ജനലുകൾ, അതിലുള്ള കൊത്തുപണികൾ, ഭംഗിയുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് ഇതിൻ്റേത്. ഇവിടെ മിക്ക താമസ സ്ഥലങ്ങളും റിസോർട്ടുകളും റൂമുകളും ഹോട്ടലുകളൊക്കെ ഈ ഒരു മാതൃകയിലാണ് പണിയെടുത്തിട്ടുള്ളത്. ജയ്സൽമേറിലെ മുറിയിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഇറങ്ങാൻ കുറച്ച് വൈകി, 12:30ക്കാണ് ഇറങ്ങിയത്. അവിടുത്തെ ഗജു പാലസിലെ റിസപ്ഷൻ സ്റ്റാഫായ രഘു, അതുപോലെ തന്നെ തൊട്ടടുത്ത കറണ്ട് ഡെസേർട്ട് സഫാരി ക്യാമ്പിൻ്റെ ഡ്രൈവർ രമേശ്, എല്ലാവരോടും ബൈ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. രാജസ്ഥാനിലെ ജയ്സൽമേറിൽ നിന്ന് മാറി ഒരു 30-35 കിലോമീറ്റർ അപ്പുറമുള്ള താർ മരുഭൂമിയുടെ മണൽത്തിട്ടകൾ നിറഞ്ഞ പ്രദേശത്തേക്കാണ് യാത്ര. സമയം ഇപ്പോൾ വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. ഡെസേർട്ടിലേക്ക് പോകാനുള്ള ജീപ്പ് വെയിറ്റ് അവിടെ കസംബായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വേഗം അങ്ങോട്ട് ചെല്ലട്ടെ, ഇനി ഡെസേർട്ടിലേക്ക്. അങ്ങനെ ഡെസേർട്ട് സഫാരിക്കായുള്ള യാത്രയിലാണ്, ജീപ്പിലാണ്. ഈ ജീപ്പ് നേരെ ചെല്ലുന്നത് താർ മരുഭൂമിയുടെ പ്രധാന കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ കസംബായുടെ ഒരു ഡെസേർട്ട് ക്യാമ്പിൻ്റെ ഭാഗമായുള്ള സഫാരിയാണ്. കസംബായ് എന്ന് പറഞ്ഞാൽ മുമ്പ് വന്നിട്ടും കസംബായിൻ്റെ കൂടെയാണ് ഇവിടെ സഫാരി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഈ ഡ്രൈവർ. ഇവിടെ നോക്കിയാൽ കാണാം, ഇതാണ് കസംബായ്. കസംബായ് അതിസാഹസികനായ ജീപ്പ് ഡ്രൈവറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നേരത്തെ ഇവിടെ കുറേ ഒട്ടകങ്ങളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട് റോഡിൻ്റെ വശങ്ങളിൽ. ഈ ജീപ്പ് ഇങ്ങനെ വേഗതയിൽ ഈ മണൽത്തിട്ടിൻ്റെ മേലെ കൂടെ ഓടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ആടുണ്ട്. വളരെ കുത്തനെയുള്ള ഒരു ഇറക്കത്തിലാണ് നിൽക്കുന്നത് മണൽത്തിട്ടയിൽ. ഈ കുത്തനെയുള്ള ഇറക്കം താണ്ടി പോകാൻ അപ്പുറത്ത് കിടക്കാൻ.
താർ മരുഭൂമിയുടെ പ്രധാനപ്പെട്ട സ്ഥലത്താണ്. ഒരുപാട് മണൽത്തിട്ടകളൊക്കെ ഉള്ള ഒരു ഭാഗമാണിത്. ഇവിടെ കാര്യമായിട്ട് ജീപ്പ് സഫാരിയും ക്യാമൽ സഫാരിയുമാണ്. ജീപ്പിലാണ് ആളുകളെ മാക്സിമം കൊണ്ട് എത്തിക്കുന്നത്. കാണാൻ ഉയർന്ന മണൽത്തിട്ടകളുടെ ജീപ്പ് അതിസാഹസികമായി ഓടിച്ച് ഈ ഭാഗത്ത് എത്തിച്ച് ഇവിടുന്ന് പിന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് സഫാരി. ഒരു പകലസ്തമിക്കുന്ന നേരത്ത് ഇവിടെ താർ മരുഭൂമിയിൽ വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. കാരണം നമ്മൾ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. സാധാരണ നമ്മൾ അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു പകലിൻ്റെ വെട്ടം മുഴുവൻ താഴ്ത്തിക്കൊണ്ട് സൂര്യൻ അങ്ങ് ദൂരെ മണൽക്കൂനകളിൽ അപ്രത്യക്ഷമാവാൻ പോവുകയാണ്. നമുക്കൊരു ചുവന്ന പൊട്ടുപോലെ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ കസം ഭായ്. ഹായ്, കാസം ഡെസേർട്ട് സഫാരി ക്യാമ്പ്. ഇത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുറാദ് ഭായ്. ഇത് നമ്മുടെ ജീപ്പാണ്, സഫാരിക്കുള്ള ജീപ്പ്. ഇനി നമുക്ക് എന്തായാലും ഈ മരുഭൂമിയിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് തിരികെ പോകാം, തിരികെ ക്യാമ്പിലേക്ക്. हाय भैया हाय गाना सुनाओ। हाँ गाना ഇവിടുന്ന് നമ്മൾ ഈ മരുഭൂമിയിൽ നിന്ന് കാനോയിൽ എന്ന പ്രദേശത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് മരുഭൂമിയിൽ നടന്നു പോണ കുറച്ച് ആൾക്കാരെ നമ്മൾ ജീപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ഡെസേർട്ടിംഗ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ നൈറ്റ് ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കങ്ങളാണ്, തുടങ്ങിയിട്ടില്ല, ഒരുങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ രാജസ്ഥാനി ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസുകൾ, ട്രഡീഷണൽ മ്യൂസിക്, ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ അരങ്ങേറുക. ഒരു നൈറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് പരിപാടികളൊക്കെ ശരിക്കും കാണാം. വെളിച്ചം നല്ല കുറവാണ്, ചിലപ്പോൾ എന്നെ കാണില്ല, എന്തെങ്കിലും ശബ്ദം കേൾക്കാം. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണമൊക്കെ ഇവരുടെ വക തന്നെയാണ്, ഒക്കെ ഒരു പാക്കേജ് ആയിട്ടാണ്. അതായത് ജീപ്പ് സഫാരി, ക്യാമൽ സഫാരി, പിന്നെ ഈ കൾച്ചറൽ പ്രോഗ്രാംസ്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡിന്നറുണ്ട്. ഒരുപാട് വിഭവങ്ങളുണ്ട് ഡിന്നറിന്. ചപ്പാത്തിയിലേക്ക് 3 തരം കറി, പിന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള മറ്റൊരു വിഭവം, പിന്നെ അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ. എന്തായാലും രാജസ്ഥാനിലെ മരുഭൂമിയിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നമുക്ക് ഒട്ടേറെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടറിയുവാനുണ്ട്. എന്തായാലും പുതിയൊരു വ്ളോഗോട് കൂടി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ ഗുഡ് ബൈ.